ഈ ഒരു ഡിവൈസ് ഡീസൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഫോൺ ഷോർട്ടും അതേപോലെ ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഫോൺ ഫുൾ ഓൺ ആവും ചെയ്യുന്നുണ്ട് അല്ല ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് സർവീസിങ് എടുക്കുന്ന ഐഫോൺ 13 ആണ്. ഇതൊരു വെറൈറ്റി കംപ്ലൈൻ്റ് ആണ്. ഇത് നമ്മൾ ഡീസൽ വെച്ച് ബൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോൺ ബൂട്ട് ആവുന്നില്ല. അതായത് ആഫ്റ്റർ പവർ ഐ സി ആണ് ഷോർട്ട് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മൾ ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിലോ ഫുള്ളായിട്ട് ഓൺ ആകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡി സി വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൽ പവർ ഐസ് ആണ് ഹീറ്റ് ആവുന്നത്. തെർമൽ ക്യാമറ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പവർ ഐസ് നമുക്ക് നല്ല രീതിയിൽ ഹീറ്റിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാലോ ഡിസ്പ്ലേയിൽ ബൂട്ട് ആകുന്നില്ല. ഡീസൽ റീഡിംഗ് എന്ന് കണ്ടാൽ മനസ്സിലാവും. ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഹൈ ആംപിയർ കയറുന്നുണ്ട്. അതായത് ഹൈ ആംപിയർ കേട്ട് ആഫ്റ്റർ പവർ ഐ സി ഷോർട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഡിസ്പ്ലേ ഡിറ്റക്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. ഹൈ ആംപിയർ ഷോർട്ടിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും നമുക്ക് ഡിറ്റക്ട് ആവില്ല. പക്ഷേ ഇത് നമ്മൾ ഡിസ്പ്ലേ റിമൂവ് അതായത് ഡി സി റിമൂവ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫോൺ ഫുള്ളായിട്ട് ഓൺ ആകുന്നുണ്ട്. അത് ലോഗോ എല്ലാം വരുന്നുണ്ട്. ഫോൺ ഫുള്ള് ബൂട്ട് ആകുന്നുണ്ട്. സോ ഇതിൻ്റെ കംപ്ലയിൻറ്റ് പവർ ഐ സി ഇഷ്യൂ ആണ്. സോ പവർ ഐസിൻ്റെ അകത്ത് ലീക്കേജ് വന്നതാവാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് ഇതിന് മുന്നേ ഏതെങ്കിലും ടെക്നീഷ്യന്മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ ഡി സി ചെക്ക് ചെയ്യുമ്പോൾ ഫോൺ ഡെഡ് കാണിക്കും. അതേപോലെ ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫോൺ ഓൺ ആകുകയും ചെയ്യും. പക്ഷേ നല്ല ഹീറ്റിംഗ് ഉണ്ടാവും. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇതിൻ്റെ ബാറ്ററി മാത്രം മാറി കൊടുത്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ മദർ ബോർഡ് ചെക്ക് ചെയ്തിട്ട് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത് എന്നുള്ളത് നമ്മൾ സോർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ ചെയ്യണം. അത് ചെയ്യാണ്ട് നമ്മൾ ഇതിൽ ബാറ്ററി മാത്രം മാറി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. സോ അതായത് ഈ ഒരു ഡിവൈസിൻ്റെ ചെക്കിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക.